ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. റവാഹുൽ ബുഖാരി. സഹോദരന്മാരെ, സഹോദരിമാരെ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോവാന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പ്രത്യേകം പറയേണ്ടതൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നാം നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിൽ ജാഗരൂകരായിരിക്കണം. ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അവകാശമാണ് വോട്ടവകാശം എന്നത്. ഈ ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ആ അവകാശം അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അവൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞ് മാറരുത്. ഏത് പാർട്ടി അത് നിങ്ങളെ സ്വാതന്ത്ര്യമാണ്, അത് വേറെ കാര്യം. അതുകൊണ്ട് ആ അവകാശം വിനിയോഗിക്കുക എന്ന കാര്യത്തിൽ ആരും അലംഭാവമോ മടിയോ കാണിക്കരുത്. കാരണം എന്താ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ പ്രക്രിയ കൈയാളുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ അവകാശ അധികാരങ്ങളുണ്ട്. ആ അധികാരമാണിത്, ഈ വോട്ട് എന്ന് പറയുന്നത്. ഒന്നത്. മറ്റൊന്ന് SIR. 2002 വോട്ട് ലിസ്റ്റിൽ പേരുള്ള ആളുകൾ അവരെ മക്കളെയും കുടുംബത്തെയും ഒക്കെ ചേർക്കാനുള്ള അവസരം എണ്ണപ്പെട്ട ദിവസവും കൂടിയേ ബാക്കിയുള്ളൂ. എണ്ണപ്പെട്ട ദിവസങ്ങളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അത് കൃത്യമായി നമ്മൾ പൂരിപ്പിച്ചോ കൊടുത്തോ എന്നുള്ള ഒരു ഇടപെടൽ നമ്മുടെ ഓരോരുത്തരെയും ഭാഗത്തു നിന്നുണ്ടാവണം. എത്ര ദൂരത്ത് താമസിക്കുന്നവനായാലും എത്ര അടുത്ത് താമസിക്കുന്നവനായാലും അത് ഈ നാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന നിലയിൽ, ഈ രാജ്യത്തിൻ്റെ ഒരു കാര്യമെന്ന നിലയിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മറ്റൊന്ന് രാഷ്ട്രീയമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാക്കിനെയാണ്. ഈമാനുമായും ഇസ്ലാമുമായും ബന്ധപ്പെട്ട് പറഞ്ഞത് നാക്കിനെയാണ്. നാവ് സൂക്ഷിക്കാൻ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. റവാഹുൽ ബുഖാരി. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവൻ മിണ്ടാതെ സൈലന്റ് ആയിരിക്കട്ടെ. ഖൈർ, നല്ലത്, നല്ലത് തന്നെ. നമ്മൾ കഴിഞ്ഞ ഖുതുബ പറഞ്ഞല്ല, നല്ലത്. ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയട്ടെ. അവൻ ഉത്തമകരമായ, പുണ്യകരമായ, ശ്രേഷ്ഠമായ സംസാരം സംസാരിക്കട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ നിശബ്ദനായി മിണ്ടാണ്ടിക്കട്ടെ. അപ്പൊ ഈമാൻ, മൻ കാന യുഅ്മിനു ബില്ലാഹി, ഈമാനുമായി ബന്ധപ്പെട്ടാണ് കലാം, നാക്കുകൊണ്ടുള്ള സംസാരത്തെ പറ്റി അല്ലാഹ് പറഞ്ഞത്. ഒരു ഹദീസ്. രണ്ടാമത്തേത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. റവാഹു മുസ്ലിം. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാക്കിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും മറ്റ് മുസ്ലിമീങ്ങൾ സുരക്ഷിതരായവരാണ്. ആരെയും നമ്മൾ നാക്ക് കൊണ്ടോ നമ്മുടെ കരങ്ങൾ കൊണ്ടോ ഒരു നിലക്കും നമ്മൾ ആക്രമിക്കാൻ പാടില്ല. നാക്കുകൊണ്ടുള്ള ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ചീത്ത പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ഇല്ലാത്തത് പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഇലക്ഷനും വോട്ടൊക്കെ ഒന്നും നാളെയും കഴിയും. പക്ഷേ നമ്മുടെ ഇടയിലുള്ളതായിരിക്കുന്ന സൗഹാർദ്ദവും സ്നേഹവും അതൊക്കെ കാലാകാലവും നിൽക്കൽ അനിവാര്യമാണ്. ഒരു താൽക്കാലികമായ സമ്പ്രദായമാണ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ. അത് പങ്കെടുക്കൽ നിർബന്ധമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ അതിൻ്റെ പേരിൽ ആജീവനാന്തമുള്ള ഒരു ശത്രുത ഒരു കാരണവശാലും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്നുകൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.